ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ശ്രുതിയുടെ നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, നീ എന്താ അങ്ങനെ ആലോചിച്ചിരിക്കണം ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സത്യം പറയും, ഞാൻ എന്നെ കണ്ടാൽ ഇന്ന ഒരു പണിക്കാരത്തിയെ പോലെ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ ഇപ്പം ഈ വീട്ടിലെ മരുമകളാന്ന് എന്നെ പറയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, പക്ഷെ നിങ്ങളുടെ അച്ഛമ്മ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനാ അച്ഛമ്മോട് ഇത്ര ദേഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ഒന്നും മുണ്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് എന്തോ ഒരു സംശയം വരുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ഷ്യാം ആകാശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒഴിവാക്കിയോ വെറുക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങളെ ആ രണ്ടാളെ മാത്രം വിശ്വസിക്കരുത്. ചേച്ചി അനിയത്തിയും കൂടി ആ കുടുംബത്തെ മുഴുവൻ മുടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സായിറാം കുടുംബത്തിനെ മുഴുവനെ പെരുവഴിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് രണ്ടാൾക്കും സ്വത്ത് മതി, അവർക്കൊന്നും സ്നേഹബന്ധത്തിനൊന്നും ഒരു വിലയില്ല. അതുകൊണ്ട് നിങ്ങളോടൊന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണമെന്നൊക്കെ ശ്യാം ആകാശിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അച്ചമ്മയ്ക്കും സുഭദ്രമ്മയ്ക്കും ചായ കൊണ്ടുവരുന്നുണ്ട്. ചായ കൊണ്ടുവരുന്ന സമയത്ത് പറഞ്ഞിട്ട് ഇതാ ചായ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ ആരടി എന്നെ അച്ചമ്മ എന്ന് വിളിക്കുക, നിനക്ക് എന്നെ അച്ചമ്മ എന്ന് വിളിക്കാൻ ഒരു അവകാശവും ഇല്ല. പിന്നെ നീ എന്ത് ധൈര്യത്തിലടി അവൻ ഇട്ട താലി നീ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്, അത് ഇടാൻ ഒരു യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ അശ്വിൻ വരുന്നത്. അശ്വിൻ പറയുന്നുണ്ട്, അവൾക്ക് ആ താലിയുടെ എല്ലാ യോഗ്യതയുണ്ട്, കാരണം അവൾ എൻ്റെ ഭാര്യയാണ്, ഞാൻ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് അവൾ, പറയുമ്പോൾ അവൾക്ക് എല്ലാ അവകാശവും ഉണ്ട് എന്നൊക്കെ അച്ഛമ്മോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതി എന്തിനാ അച്ഛമ്മോട് ഇങ്ങനെ ദേഷ്യപ്പെടണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്, അച്ഛമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും മരിച്ച് കിടക്കുന്നത്, വെള്ളം പുതപ്പിച്ച് കിടക്കണതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവരുടെ ആ ദേഹം കത്തി തീരുന്ന മുന്നേ ഞാൻ എൻ്റെ ചേച്ചിയുടെ 8 വയസ്സായിരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കൈയും പിടിച്ച് ഇറങ്ങിയത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്താ പോകേണ്ടത് ഒന്നും അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കണം ആ സമയമാണ്, അവർ കാരണമാണ് എനിക്ക് ഈ അവസ്ഥയ്ക്ക് വന്നത്, അതുകൊണ്ടാണ് എനിക്ക് അവരെ കാണുമ്പോൾ എത്ര ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ അശ്വിൻ ഇങ്ങനെ വിഷമിച്ച് കാണുന്ന സമയത്ത് വല്ലാത്ത അവൾക്കും വിഷമമുണ്ട്. അവൾ വേഗം അവളെ സമാധാനിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.